ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ടുഡേ സ്പെഷ്യൽ പുട്ട്, ബീഫ് കറി ഇതൊക്കെയാട്ടോ. പിന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു, ചായ, ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടില്ലേ, കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ. പിന്നെ രാവിലെ ഗ്രീൻ പീസാട്ടോ കറി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് 2 ക്യാരറ്റും പിന്നെ കുറച്ച് പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കറി കേട്ടോ. അപ്പോൾ തലേ ദിവസം ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. പിന്നെ അതിലേക്കൊരു ചെറിയ കഷ്ണം സവോളയും, ചെറിയ കഷ്ണമല്ല ഒരു ചെറിയ സവോളയും, പിന്നെ ക്യാരറ്റും ഒക്കെ അരിഞ്ഞ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ, പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചേറെ തേങ്ങ ചിരകി കേട്ടോ. ഇത് പകുതി നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്കും വേണം, പകുതി ഇതിലേക്ക് പാല് പിഴിയാനും കേട്ടോ. അപ്പോൾ പാലൊക്കെ പിഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നു. ഒഴിച്ചത് വലിയ സ്മാർട്ടായിട്ട് ഒഴിച്ചതാട്ടോ, പക്ഷേ അതവിടെ പണി പാളി കേട്ടോ, ഇത്തിരി തെറ്റിപ്പോയി കുറച്ച്. പിന്നെ നമ്മുടെ പാലൊക്കെ ഒഴിച്ച് നമ്മുടെ ഗ്രീൻ പീസ് കറി നല്ലോണം വന്നു, കുറച്ചേറെ വിസിലടിച്ചു കേട്ടോ, കുറച്ച് കൊഴുപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഗ്രീൻ പീസ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പതിവ് ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് താളിച്ചു എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിച്ചു, അതിലൊഴിച്ചു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഗ്രീൻ പീസിന് നമ്മുടെ പുട്ടാട്ടോ. തലേ ദിവസം ഞാൻ അരി പൊടിച്ച് വറുത്ത് വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത്. അപ്പം ഞാൻ ആ ചട്ടി തന്നെയാട്ടോ വെച്ചത്. പൊടി വറുത്ത കുറച്ച് അരിപ്പൊടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഒരു 2 കുറ്റിപ്പുട്ട് അത് മതി കേട്ടോ. 2-2.5 കുറ്റിപ്പുട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മാത്രമുള്ള പൊടി ഇട്ടിട്ടുള്ളൂ, ഒരു ദിവസത്തേക്ക് മാത്രം. അതുകൊണ്ട് പൊടി അധികം വറുത്ത് മൂപ്പിക്കേണ്ടി വന്നില്ല. അതാണ് ഞാൻ ലേറ്റായിട്ട് പൊടി വറുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കിടക്കാൻ നേരം വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒത്തിരി മൂക്കാതെ ആകുമ്പോൾ നമുക്ക് നല്ല കട്ട പിടിക്കാതെ പൊടി ഇങ്ങനെ നമുക്ക് പുട്ട് ചുടാട്ടോ. സോഫ്റ്റായിട്ടുള്ള പുട്ടാട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പിടി കൂടിയേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, അങ്ങനെ പിടി കൂട്ടി നോക്കൂ കേട്ടോ. അപ്പം അങ്ങനെ പിടികൂടിയ പുട്ടിൻ്റെ കുഴ പരുവെന്നാട്ടോ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടി ഇടാം കേട്ടോ. അധികം മൂപ്പിക്കാതെ പൊടി വറുത്ത് വെക്കണം കേട്ടോ. ധാരാളം മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെക്കാൻ പാകത്തിന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ആ പൊടി കുഴയ്ക്കുമ്പോൾ ലേശം കട്ട പിടിക്കുന്ന ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം, അപ്പോൾ പൂപ്പലൊന്നും വരികയില്ല. തലേ ദിവസം നമ്മൾ വൈകുന്നേരമാണ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ഇത് വറുത്ത് വയ്ക്കുന്നത്. വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുക, അല്ലെങ്കിൽ പുറത്ത് വെക്കുക, എങ്കിലും പൂപ്പലൊന്നും വരില്ല കേട്ടോ. എന്നിട്ട് രാവിലെ തന്നെ നമ്മളിത് ചുടുവാണല്ലോ ചെയ്യുന്നത്. അപ്പം നല്ല പെർഫെക്റ്റ് പുട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പുട്ടും കുറ്റിയിലേക്ക് നമ്മുടെ പൊടിയൊക്കെ എടുത്തിട്ടു. പിന്നെ കണ്ടില്ലേ, അത് ആവി വരാനായിട്ട് കുറച്ച് ലൂസാണ് നമ്മുടെ കുറ്റി. നമ്മുടെ പുട്ടും പാനി, പുട്ടും കുടം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ, അതും തമ്മിൽ. പിന്നെ ഇത് ഭയങ്കര സ്റ്റീലായതുകൊണ്ട് ഭയങ്കര തെന്നലും കേട്ടോ. ഗ്യാസിലൊക്കെ വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അലുമിനിയത്തിൻ്റെ ഉണ്ട് കേട്ടോ, നമുക്ക് അലുമിനിയത്തിൻ്റെ ഉണ്ട്. പിന്നെ ഇതിന് കൈക്ക് പിടിയുണ്ടെങ്കിൽ അതൊരു ഒന്നുകൂടി സുഖം കേട്ടോ നമുക്ക് പുട്ടെടുക്കാനും. പക്ഷേ ഇതിന് പിടിയില്ല, അതുകൊണ്ട് നമുക്കിത് ചുട്ടിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വെക്കുകയോ ചെയ്യുന്ന വാങ്ങി വെച്ചിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും മോനെ ടിഫിൻ തയ്യാറാക്കേണ്ടിയിരുന്നു, ലഞ്ച് ബോക്സ്. അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മുട്ടച്ചേട്ടനെയും കൂടി നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ്, കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ അതിൽ തടവി കൊടുക്കുന്ന. ഒരുപാട് ഓയിലായാൽ വെളിച്ചെണ്ണ മോന് ഇഷ്ടമില്ല കേട്ടോ. അപ്പം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തടവി മറിച്ച് നമ്മളിട്ട പാടം തന്നെ മറിച്ച് വിടണം കേട്ടോ. മുട്ട മൊരിയുന്ന ഇഷ്ടമില്ല. മുട്ട ഒരു സോഫ്റ്റായിട്ട് ഇങ്ങനെ വേഗം എടുക്കണം കേട്ടോ. അത് നല്ല ലെവലിൽ നമ്മൾ വട്ടത്തിൽ കറക്കുന്നതുകൊണ്ട് വേഗവും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ നല്ലോണം വട്ടത്തിൽ കറക്കി വേഗം മുട്ട പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും കുറ്റി നമ്മൾ
എടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ. ചൂട് കുറച്ചൊന്ന് തണയണം, ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഈ മുട്ട പൊരിക്കുന്ന സമയത്രയും അത് മാറ്റി വെച്ചു. പക്ഷേ ചൂടാറിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഒരു തുണി കൂട്ടി പിടിച്ച് നമ്മുടെ പുട്ടും ഇവിടെ സോഫ്റ്റ് പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും നമ്മുടെ ഗ്രീൻ പീസ് കറിയാണേ. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കുന്നത് എനിക്ക് വേഗം ഒരു സ്ഥലം വരെ പോകണം എന്നുള്ളൊരു ധൃതിയിലാട്ടോ. നമ്മുടെ കലാ ഫാഷൻ പ്ലസ് ഒന്ന് വിളിച്ചിട്ടുണ്ട്, അവിടെ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആർക്ക് ഒരു പ്രാങ്കിന് വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ പ്രാങ്കൊക്കെ ചീറ്റിപ്പോയി കേട്ടോ. പ്രാങ്കൊന്നും ചെയ്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ എന്നെ ഒന്ന് കൂട്ടുകക്ഷി ചേർത്തതാട്ടോ. പക്ഷെ ശരിയായില്ല കേട്ടോ. പിന്നെ ചായയൊക്കെ എടുക്കുവാണേ. ഈ ചായ നമ്മുടെ ജീവൻ ടോണാട്ടോ. രാവിലെ നമുക്ക് ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പം കണ്ടില്ലേ, ഞാൻ പിന്നെ അവിടെ കുറച്ച് ഗ്രീൻ പീസ് കറി വെച്ച് ഒരു കഷ്ണം പുട്ടെടുത്ത് വേഗം കഴിക്കുക കേട്ടോ. പോകാനുള്ള തിരക്കിന് മോൻ്റെ കൂടെ ഞാനും പോകാൻ റെഡിയായിട്ടോ. അപ്പം അങ്ങനെയാകുമ്പം നമുക്ക് വേഗം പോയിട്ട് വരാം, ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചെത്താമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. പക്ഷേ ചീറ്റിപ്പോയി കേട്ടോ. മോനെ കുറച്ച് ബീഫും കുറച്ച് എല്ലും കപ്പയൊക്കെ മേടിച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഇതൊന്ന് കൊണ്ടുപോയി കുക്ക് ചെയ്ത് വെക്കും, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കഴിക്കാനാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം റിട്ടേൺ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. വേഗം തന്നെ ചെടപെടാന്ന് നമ്മുടെ ബീഫ് കറി വെക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ വേഗം എല്ലാ സാധനങ്ങളും എടുത്ത് അരിഞ്ഞ് എന്നിട്ട് വീണ്ടും അടുത്ത ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഈ ധൃതിയിൽ ചെയ്യുന്നത്. പിന്നെ അമ്മ അതിൻ്റെ മസാലക്കൂട്ടൊക്കെ നല്ലോണം കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് നല്ല സൂപ്പർ ബീഫ് കറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളതായിരുന്നു. അത് സംഭവം നമ്മൾ എത്ര ടേസ്റ്റ് ആക്കാൻ നോക്കിയാലും നമ്മൾ മേടിക്കുന്ന സാധനം നല്ലതാണെങ്കിൽ അതിന് രുചിയുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ഇത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ബീഫ്. അതുകൊണ്ട് നല്ല ടേസ്റ്റി ബീഫ്. ഇത് ഒന്നും ചേർത്തില്ല, പിന്നെ കേട്ടോ എന്നുള്ള മസാലക്കൂട്ടൊക്കെ ചേർത്തത്. പിന്നെ ഞാൻ തിരിച്ചു പോയി അവിടെ പോയി വന്നതിന് ശേഷമുള്ള പുല്ലുപറി മുറ്റം വൃത്തിയാക്കലൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ കേട്ടോ. ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് യോജിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇന്നിനിയും വീഡിയോസ് ഇടുന്നില്ലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ ഇത് കണ്ടില്ലേ, നമ്മുടെ ഒരു വശം ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ, ഉറവ വെള്ളം. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വെള്ളം കെട്ടായിട്ട്. അപ്പം അവിടെ ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ നമ്മുടെ മുൻവശത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു സൈഡിലൊന്നും പ്രശ്നമില്ല, ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലായിടും ഒന്ന് അടിച്ചു വാരിയിട്ട് ഒരു നല്ലൊരു തെളിച്ചം കാണുന്നുണ്ടല്ലോ. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ ഈ മുറ്റമൊക്കെ മുഴുവൻ പുല്ല് പറിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ പോലെ വീഡിയോ ശരിക്കും എടുത്തില്ല, അമ്മ എടുത്തതാണ്, പക്ഷേ വീഡിയോ കിട്ടിയില്ല കേട്ടോ. ഞാൻ പുല്ല് പറിച്ചിരുന്നു, ഈ മുറ്റം മുഴുവനും പുല്ല് കിളിർക്കും കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഉച്ച കഴിഞ്ഞ് അത് മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് കുറേ പറിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഓരോ ജോലിയും ഓരോ സമയത്ത് വൈകുന്നേരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആട്ടോ ഇങ്ങനെ ഒതുക്കി തീർക്കുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നു നമ്മൾ ഇത്തിരി എങ്ങോട്ട് പോയെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജോലിയൊക്കെ ഇങ്ങനെ തീർക്കൂലേ വീട്ടമ്മമാർ. വല്ല ജോലിക്ക് പോകണവരാണെങ്കിൽ ഈ ജോലി എന്ത് ചെയ്യൂലേ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ കഞ്ഞിയൊക്കെ കഴുകി കഞ്ഞി കഴുകിയല്ല കേട്ടോ, അരിയൊക്കെ കഴുകി അടുപ്പത്തിടുക കേട്ടോ. അപ്പം ഞാൻ കപ്പയ്ക്ക് വേണ്ടുന്ന കാന്താരി പിന്നെ തേങ്ങ ഒക്കെ ഒതുക്കി കപ്പയ്ക്ക് ഒരു ഒതുക്കിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ നല്ലോണം ഇത്തിരി ചെറിയ ചില വശങ്ങളൊക്കെ ഒന്ന് തലേദിവസം മേടിച്ച് വെച്ചുകൊണ്ട് ഒന്ന് കറക്കാൻ ഫ്രിഡ്ജ് വെച്ചില്ലായിരുന്നു കേട്ടോ കപ്പ. അപ്പോൾ ഒന്ന് കറക്കാൻ തുടങ്ങി. എങ്കിലും കുഴപ്പമില്ല, ഒരു മുട്ടിയുടെ ഭാഗം ചെറിയ അവരൊരു മുറിക്കലുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് മാത്രം ഒരു ഇച്ചിരി കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഞെരടി കഴുകി. അങ്ങനെ ഇത്തിരി വലിപ്പത്തിലായതുകൊണ്ട് കപ്പ നല്ല വേകുന്ന കപ്പയായിരുന്നു കേട്ടോ. കുറച്ച് വലിപ്പം കൂടിപ്പോയി, അതുകൊണ്ട് വേഗം ഇച്ചിരി താമസം വന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ കപ്പയായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കാനുള്ളവർ ഈ വീഡിയോ കണ്ട് നോക്കൂ കേട്ടോ. ഞാൻ ഈ രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്, പലരും പല രീതിയിലുണ്ടാക്കും. ഞാൻ ഈ രീതിയിലാട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ വഴുതനേന്ന് 2-3 വഴുതനങ്ങ പറിച്ചിരുന്നു കേട്ടോ. ആ വഴുതനങ്ങ ഒന്ന് ഉപ്പേരി വയ്ക്കുക. ഉപ്പേരി എന്ന് പറഞ്ഞാൽ മെഴുക്ക് പുരട്ടി. ഉപ്പേരി ചിലർ മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മെഴുക്ക് പുരട്ടി വയ്ക്കാൻ അറിയത്തില്ലാത്തവർ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് പിന്നെ ഞാൻ കപ്പയ്ക്കുള്ള അരവാട്ടോ റെഡിയാക്കിയത്.
അപ്പോൾ കപ്പയ്ക്ക് നല്ലോണം ഇത്തിരി കപ്പ ബിരിയാണി ആയതുകൊണ്ട് തേങ്ങയും കാന്താരിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് നല്ലോണം അരച്ചെടുത്തു. ഇച്ചിരി ഒന്ന് ഒതുക്കുമല്ല, ഇത്തിരി ഒന്ന് അരവെടുത്തു. എന്താ കപ്പ ബിരിയാണിക്കല്ലേ തേങ്ങയൊന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ച് ഇച്ചിരി നല്ലോണം ഒന്ന് ഒതുക്കി കേട്ടോ. അപ്പം അത് എടുത്ത് വെച്ചു. പിന്നെ എല്ല് നമ്മുടെ കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് തലേദിവസം കൊണ്ടുവന്നാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇച്ചിരി കട്ട പിടിച്ച് അതൊക്കെ ഒന്ന് വേർപെടുത്തി ഇനി ഇതും വേവിച്ചിട്ട് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും അമ്മ നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞു വന്നു കേട്ടോ. നല്ല സൂപ്പർ വഴുതനയാട്ടോ. നമ്മുടെ വഴുതനയിലുണ്ടായിരിക്കുന്നത് ചെറിയതാണ്, കേടുപാടുകളൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ നമ്മൾ സാധാ നമ്മളെ മീറ്റിന് എന്തൊക്കെയാണോ ചേർക്കേണ്ടത് അത് മുഴുവനും ഇതിലേക്ക് ചേർക്കും കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, നമ്മൾ ഏലക്ക, കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, കറുവപ്പട്ട എല്ലാം കൂടി തക്കോലോ ഒക്കെ കൂടി പൊടിച്ച് വെച്ച പൊടിയാട്ടോ അത്. അപ്പോൾ അതും ചേർത്തു. പിന്നെ ഈ മസാലക്കൂട്ടുകളെല്ലാം ചേർത്തു. പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കില്ലേ അതുകൂടി ചേർത്ത് കുറച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാം രാവിലെ ധൃതിയിലോട്ടോ പണി. നമുക്ക് മുറ്റത്തടുപ്പിൽ അതുകൊണ്ടാണ് ഇങ്ങനെ കഞ്ഞിയിട്ടേക്കുന്നത് കേട്ടോ. മുറ്റത്തും കഞ്ഞിയിട്ടാൽ മാത്രമേ നമുക്ക് അടുക്കളയിലും കൂടിയുള്ള പണികൾ തീരുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കുക്കറൊക്കെ ചീറ്റി നല്ല വിസിലടിച്ച് നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വഴുതനങ്ങ ഒന്ന് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട്, വഴുതനങ്ങ ഉപ്പേരി വയ്ക്കാൻ അറിയത്തില്ലാത്തൊരു ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വഴുതനങ്ങ ഉപ്പേരി ഞാൻ ഇവിടെ കാണിക്കേണ്ട ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കാൻ അറിയത്തില്ലാത്ത ഒരു കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാകില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ചോറുണ്ണാതെ കറി വയ്ക്കാതെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വഴുതനങ്ങ ഉപ്പേരിയെങ്കിലും വെച്ച് നിങ്ങൾ കഴിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു കറിയാട്ടോ പെട്ടെന്ന് കാണിച്ചു തരുന്നത്. അപ്പം വഴുതനങ്ങ കടുക് ഒടിച്ച് അടുപ്പത്തിട്ടു. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ച് സവോള, കറിവേപ്പില, പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞിട്ടു. എന്നിട്ട് കടുക് ഇട്ടുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴുതന ഉപ്പേരി റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റി ആട്ടോ. അത് എന്താണെന്നറിയോ, ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടാക്കാൻ ഒന്ന് പഠിച്ചോളൂ കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി വഴുതന ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ കപ്പ ബിരിയാണിയിലേക്കുള്ള എല്ലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ചടപടാന്ന് രാവിലെ തന്നെ പല അടുപ്പിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇനി ഈ എല്ല് കൊണ്ട് നമ്മുടെ കപ്പയിലേക്ക് ഇടണം. കപ്പ നമ്മളെവിടെയാണ് വെച്ചേക്കുന്നതെന്ന് അറിയാവോ? മുറ്റത്തടുപ്പിലാട്ടോ. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടരുതേ. എൻ്റെ കലം ഞാൻ ഇത് അവാർഡിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കലം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലത്തിന് കലം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, കരി പറ്റുമായിട്ട് നല്ല കലം ഇരിപ്പുണ്ട്. അപ്പോൾ കരി പറ്റുമായിട്ടാണ് ഈ കലം തന്നെ ഈ അടുപ്പേ വെച്ച് വയ്ക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മുറ്റത്ത് അടുപ്പേ വയ്ക്കുന്നതുകൊണ്ട് കരി പിടിച്ച് ഇരിക്കുന്ന കലങ്ങളാട്ടോ. അത് ചാൻസിൽ അതിൻ്റെ വക്കും പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അത് വലിച്ചു എടുത്തതാട്ടോ. വക്ക് മുഴുവനും തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നമുക്കതൊരു കംഫർട്ടബിൾ അല്ല. അപ്പോൾ അത് അങ്ങനെയൊന്ന് വക്കുമൊക്കെ പൊട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടുന്ന അരവ് ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ലോണം കുടഞ്ഞിരുന്നു കേട്ടോ. കുടഞ്ഞ അരവെല്ലായിടത്തും ആക്കിയപ്പോഴാണ് നമ്മുടെ എല്ലിട്ട് കൊടുത്തത്. അങ്ങനെ അത് റെഡി ആയിട്ടോ. അങ്ങനെ രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ. മോന് പോവുകയും ചെയ്യണം, ലഞ്ച് ബോക്സും തയ്യാറായി, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും തയ്യാറായി. ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ കപ്പയൊക്കെ വിളമ്പി മോൻ കപ്പയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളും കഴിച്ചു. പിന്നെ ഇത് പാല് ഇത്തിരി കുപ്പി മാറ്റിയതാട്ടോ. ഇങ്ങനെ കുപ്പി മാറ്റി വെച്ച് കൊടുക്കും കേട്ടോ ഞാൻ ഒഴിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കുപ്പിക്ക് ഒരു ടേസ്റ്റ് കുറവുണ്ടായി. ഇങ്ങനെ കുപ്പി കഴുകി തലേദിവസത്തെ ഒഴിവാക്കി പുതിയ ഒഴിച്ച് പിന്നെ പാലൊഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മോന് കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് കപ്പ ബിരിയാണി അല്ലേ വെച്ച്, അപ്പോൾ വേറെ കറിയൊന്നുമില്ല, പരിപ്പ് കറി റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ